ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ 360 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രകൃതി സൗന്ദര്യത്തിന് പേര് കേട്ട കനാലുകളുടെയും ജലസ്രോതസ്സുകളുടെയും ഒരു ശൃംഖല കാരണം കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ വീഡിയോയിൽ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫാമിലി, പിന്നെ അതുകൂടാതെ സൗത്ത് അമേരിക്ക ജർമ്മനിയിൽ നിന്ന് വന്ന എൻ്റെ ഫ്രണ്ട്സായ യാനിസ് ആൽമു, പിന്നെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഹാട്രിക് വിജയം നേടിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലെ എൻ്റെ ഫ്രണ്ട്സായ യദു, നിഖിൽ, പിന്നെ മറ്റു ഫ്രണ്ട്സായ രാഹുൽ, ഉണ്ണി, അനൂപ്, ടിബിൻ, വിഷ്ണു എന്നിവരൊക്കെയാണ്. നമ്മുടെ യാത്ര തുടങ്ങുന്നത് എറണാകുളത്ത് നിന്നാണ്. നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് ആലപ്പുഴയിലേക്കുള്ള ഈ യാത്ര. അന്റോണിയോ ബ്രൗൺ പറഞ്ഞതുപോലെ ചിലപ്പോഴൊക്കെ ആ യാത്രയാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് പലതും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ യാത്രയിൽ മിലനും റോഷനും അതീവ സന്തോഷത്തിലാണ്. ഈ യാത്രയിൽ നമ്മൾ ഇടയ്ക്ക് വണ്ടി നിർത്തിയിരുന്നു. എൻ്റെ മദർ ഇൻ ലോയും സിസ്റ്റർ ചിഞ്ചുവിനെയും മകനായ റോഷനെയും പിക്ക് ചെയ്തു. ഈ ഇടയിലുള്ള മിലന്റെയും റോഷന്റെയും കളികളും സന്തോഷങ്ങളും ഞങ്ങൾക്കൊരു ഉണർവായിരുന്നു. ശരിക്കും മിലന് അവളുടെ അമ്മാമ്മയായ, അതായത് എൻ്റെ അമ്മയും കൂടുതലായി ഇഷ്ടമെന്ന് തോന്നിപ്പോകാറുണ്ട്. ഈ യാത്ര നമ്മൾ ശരിക്കും തുടങ്ങുന്നത് എറണാകുളം കാക്കനാട് എൻ്റെ ഫ്ലാറ്റായ ഒലീവ് കലിസ്റ്റയിൽ നിന്നാണ്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിലേക്ക് ആദ്യ സ്പോട്ടായ ആലപ്പുഴ ഹൗസ് ബോട്ടിലേക്കുള്ള നമ്മുടെ യാത്ര തുടർന്നു. ഇപ്പോൾ ഈ കാണുന്ന വീട്ടിലാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തത്. ഇവിടുത്തെ ആന്റിക്ക് നമ്മുടെ പിള്ളേരെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിൽ ഞങ്ങളുടെ ഹൗസ് ബോട്ടായ വിഘ്നേശ്വര ഹൗസ് ബോട്ടിലെത്തി. ഇവിടെ എത്തിയ ഉടനെ മിലൻ ഒരു വാശി, ഹൗസ് ബോട്ട് ഞാൻ ഓടിക്കുമെന്ന്. അവൾ എന്തായാലും ഹൗസ് ബോട്ട് ഓടിച്ചു. ഹൗസ് ബോട്ടിന്റെ കോമൺ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് ഈ ബോർഡിൽ കാണിക്കുന്നത്. നോർമൽ രീതിയിൽ ഹൗസ് ബോട്ടിൽ ചെക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കും പിന്നെ ചെക്ക് ഔട്ട് പിറ്റേ ദിവസം രാവിലെ 9 മണിക്കുമാണ്. വൈകിട്ട് 5 മണി തൊട്ട് 6 മണി, ഏകദേശം 5-നും 6-നും ഇടയ്ക്കായിട്ടുള്ള സമയത്ത് എല്ലാ ഹൗസ് ബോട്ടുകളും ഓൾട്ട് ചെയ്യണമെന്നാണ് റൂൾസ്. നിങ്ങളുടെ ഹൗസ് ബോട്ടിൽ വിശ്രമിക്കുമ്പോൾ മുഴുവൻ പ്രദേശവും ആക്സസ് ചെയ്യാനും പരിവേഷണം ചെയ്യാനും നിങ്ങളെ അനുവദിക്കുന്ന നഗരത്തിലുടനീളം ഒഴുകുന്ന കനാലുകളുടെ ഒരു അതുല്യമായ ക്രിസ് ക്രോസിംഗ് ശൃംഖലയാണ് ആലപ്പുഴയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ആലപ്പുഴ അല്ലെങ്കിൽ ആലപ്പി ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ലക്ഷദ്വീപ് കടലിലെ ഒരു നഗരമാണ്. ഗ്രാമീണ കേരള കായലിലൂടെയുള്ള ഹൗസ് ബോട്ട് യാത്രകൾ, ശാന്തമായ കനാലുകളുടെയും ലഗൂണുകളുടെയും ശൃംഖല എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഇത്. 19-ാം നൂറ്റാണ്ടിലെ ആലപ്പുഴ വിളക്കുമാടം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആലപ്പുഴ ബീച്ച്. നഗരത്തിലെ മുല്ലയ്ക്കൽ ക്ഷേത്രം പരമ്പരാഗത രൂപകൽപ്പനയുടെ സവിശേഷതയാണ്. പിന്നീട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ കയറി വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടി. പിന്നെ ലഞ്ച് ശരിക്കും കേരള സ്റ്റൈലിൽ കേരള റൈസും അവിയലും മിക്സഡ് വെജ് തോരനും കരിമീൻ ഫ്രൈയും സാമ്പാറും മെഴുക്കുപുരട്ടിയും കാളൻ, പപ്പടം, പിക്കിള്, ഗ്രീൻ സാലഡ്, താറാവ് റോസ്റ്റും കൂട്ടിയ ഒരു അടിപൊളി ഊണ്.
ഹൗസ് ബോട്ടിൽ വരുന്നവർ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഹൗസ് ബോട്ടിൻ്റെ ക്ലീൻലിനെസ്, സേഫ്റ്റി, ഫുഡ്, അതോടൊപ്പം ചെക്കിംഗ് ടൈമായ 12 മണിക്ക് ഉച്ചയ്ക്കുള്ള ആ ഒരു ചെക്കിംഗ് ടൈമും ചെക്കൗട്ട് ടൈമും ഒരു ഹാഫ് ആൻ അവർ മുമ്പായി എത്തുന്നത് എപ്പോഴും നല്ലതാണ്. AC മിക്കപ്പോഴും രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ഉണ്ടാകാറുള്ളൂ. പക്ഷേ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം കൂടുതൽ ടൈം ചെയ്തു കൊടുക്കാറുണ്ട്. ഗവൺമെൻറ് റൂളാണ് 5:30 PM എങ്കിലും ഹൗസ് ബോട്ട് ഓൾട്ട് ചെയ്യണമെന്നുള്ളത്. പിന്നെ രാവിലെ 8 AM മാത്രമേ ബോട്ട് എടുക്കൂ. നോർമലി വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരു 20-30 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും. ഈ ഹൗസ് ബോട്ട് എനിക്ക് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ എൻ്റെ ഫ്രണ്ട്സായ നിഖിൽ യദു വഴിയാണ് ഈ ഹൗസ് ബോട്ട് അറേഞ്ച് കിട്ടിയത്. വളരെ നല്ല ആൾക്കാരും സർവീസും ഹൗസ് ബോട്ടിൽ എനിക്ക് പ്രദാനം ചെയ്തു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സ്പീഡ് ബോട്ടിൽ കയറി. ഈ സ്പീഡ് ബോട്ട് സവാരി ആലപ്പുഴ കായലുകളിൽ മികച്ച കാഴ്ചകളും അത്യന്തിക ഹൈ സ്പീഡ് ബോട്ട് അനുഭവവും നൽകി. ആലപ്പുഴയിൽ നിന്ന് പുന്നമട കായലിലേക്കുള്ള കാഴ്ചകൾ വീണ്ടെടുത്ത് വേമ്പനാട് കായലിലേക്ക് തിരിയുന്നതിന്, പിന്നെ കാഴ്ചകൾ തുടരാനും ശ്വാസം പിടിക്കാനും കാഴ്ചകൾ കാണാനും ആ മനോഹരമായ ഫോട്ടോ അവസരങ്ങൾക്കായി ക്യാമറകൾ പുറത്തെടുക്കാനും വീണ്ടും ഹൗസ് ബോട്ടിലേക്ക് തിരിച്ചു കയറുന്നു. പിന്നെ അമ്മ ഇടയ്ക്ക് മാർക്കറ്റിൽ നിന്ന് ഫിഷ് ഞണ്ട് വാങ്ങുവാനായി ഒന്നിടയ്ക്ക് ഇറങ്ങി. ഞണ്ട് വാങ്ങുവാനുള്ള അവസരവും ലഭിച്ചു. ഇവിടെ വൈകുന്നേരമായപ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഈ കായലിലെ ചെറിയ കാറ്റിൽ നല്ല ചൂട് ചായയും പഴംപൊരിയും കഴിച്ച് ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചു.
ഹൗസ് ബോട്ടിലെ ഓരോ കാഴ്ചകളും അനുഭവമാക്കി. പിന്നീട് ഞങ്ങൾ ഇവിടെ ഒരു ഈവനിംഗ് വാക്കിനിറങ്ങി. കേരളത്തിൻ്റെ കായലുകളുടെ ഹൃദയമായ ആലപ്പുഴയുടെ വലിയൊരു ഭാഗം, കോട്ടയം ജില്ലയുടെ ചില ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്. പ്രകൃതിയുടെ ഈ ഒറ്റപ്പെട്ട ഇടവഴിയിലൂടെയുള്ള യാത്ര കേരളത്തിൻ്റെ പരമ്പരാഗത ഗ്രാമീണ ജീവിതത്തിൻ്റെ അനുഭവം നൽകും. ആലപ്പുഴ കായലുകൾ മുമ്പ് ഗതാഗത, മത്സ്യബന്ധനം, കൃഷി എന്നിവയായി ഉപയോഗിച്ചിരുന്നു. കാലക്രമേണ ഒരു ടൂറിസം ഹോട്ട്സ്പോട്ടായി വികസിച്ചു. ഡാമുകളാൽ വിഭജിക്കപ്പെട്ട് വിശാലമായി പരന്നുകിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളുടെ ആസ്ഥാനമായ കുട്ടനാട് കേരളത്തിൻ്റെ നെല്ലറയാണ്. കേരളത്തിലെ പ്രശസ്തമായ ഹൗസ് ബോട്ടുകളിലെ ഒറ്റ യാത്രയാണ് ആലപ്പുഴ കായലിലെ പ്രധാന ആകർഷണം. ഈ ഹൗസ് ബോട്ടുകൾ ഏതൊരു ഹോട്ടൽ മുറിയും പോലെ സുഖകരമാണ്. ചിലപ്പോൾ അതിലും ആഡംബരവും ബോണസായി നിങ്ങൾക്ക് ഓപ്പൺ ഡെക്ക് ലഭിക്കും. രാത്രിയായപ്പോൾ പാട്ടുകൾ വെച്ചും കുട്ടികളുമായി ഡാൻസ് കളിച്ച് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മിലനും റോഷനുമായിരിക്കും. നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ പൈതൃകവും സന്തോഷകരമായ ഓർമ്മകളാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അവധിക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തോടൊപ്പം യാത്ര അത്യധികം രസകരവും സംതൃപ്തവുമായ അനുഭവമായിരിക്കും. അവസാനം നിങ്ങൾ അവർക്കായി വാങ്ങിയ കളിപ്പാട്ടമോ ഗെയിമോ കുട്ടികൾ ഓർക്കണമെന്നില്ല. നിങ്ങൾ അവരോടൊപ്പം ചെലവഴിച്ച സമയം അവർ ഓർക്കും. ഇപ്പോൾ ഞങ്ങളുടെ ഞണ്ടും കോഴിയും താറാവും റെഡിയായി. ഡിന്നർ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങി. എത്ര രസകരമായ ഭക്ഷണം!
ഇവിടെ റൂമുകൾക്കും ഓരോ ഏരിയകൾക്കും പേരുകൾ കൊടുത്തിട്ടുണ്ട്. അരമന, കോവിലകം. സ്റ്റെപ്പ് കയറി മുകളിലെത്തുന്ന ഡെക്കിനെ വിളിക്കുന്നത് പൂമുഖം എന്നാണ്. കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടെ പ്രകൃതിയുടെ പച്ചനിറം സ്വർണ്ണമാണ്. അതിന്റെ സൗന്ദര്യം നിങ്ങളുടെ കണ്ണുകൾക്ക് ആശ്വാസമേകാനും നിങ്ങളുടെ ആത്മാവിനെ ആനന്ദിപ്പിക്കാനും ജ്വലിക്കും. ഈ ഉഷ്ണമേഖല പറുദീസയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ആലപ്പുഴയിലെത്തുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമാണിനി. നല്ല ഇഡലിയും ദോശയും ചമ്മന്തിയും സാമ്പാറും കൂടാതെ ഫ്രൂട്ട്സും വളരെ ടേസ്റ്റായ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും എനിക്ക് കൊതിയാവുന്നു ഇവരുടെ ഈ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് തിരിച്ചെത്തി. ഇപ്പോൾ ഈ കാണുന്ന ചേട്ടന്മാരാണ് ഈ ബോട്ട് ഓടിച്ചതും ഞങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയതും. വളരെ നന്ദിയുണ്ട് ഇവരോടൊക്കെ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മിസ്റ്റർ രവി കരുണാകരൻ മ്യൂസിയത്തിലാണ്. കേരളത്തിലെ കയർ വ്യവസായം മെച്ചപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ അഭിനിവേശത്തിനും അദ്ദേഹം വഹിച്ച ബൃഹത്തായ പങ്കിനും ശ്രീ രവി കരുണാകരൻ എന്നും ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിന്റെ കലാശേഖരം പ്രദർശിപ്പിക്കുന്നതിനായി നിർമ്മിച്ച മ്യൂസിയം ഒരു നല്ല കണ്ണും നിരവധി കലാരൂപങ്ങളോടുള്ള സ്നേഹവുമുള്ള ഒരു മനുഷ്യന്റെ സാക്ഷ്യമാണ്. ആലപ്പുഴയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് മ്യൂസിയം. ആനക്കൊമ്പ്, ക്രിസ്റ്റൽ ശേഖരങ്ങൾ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയവയാണ്. തഞ്ചൂർ പെയിന്റിങ്ങുകളുടെ ഒരു ശേഖരം അതിന്റെ കാറ്റലോഗിൽ തിളങ്ങുന്നു. ഒപ്പം 200 ചതുശ്ര അടി വിസ്തീർണമുള്ള ചുവർ ചിത്രവും പൂർണ്ണമായും പച്ചക്കറി ഛായങ്ങളിൽ നിന്ന് നിർമ്മിച്ചതാണ്. നമ്മുടെ സംസ്കാരത്തിന്റെ വളർച്ചയും പരിണാമവും രേഖപ്പെടുത്തുന്ന 3800-ലധികം അതുല്യമായ ശകലങ്ങൾ അതിന്റെ പ്രത്യേക കേരള മുറിയിലുണ്ട്. കലയോടും നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനോടും സ്നേഹം ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനമാണിത്. ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. തിങ്കൾ പിന്നെ ദേശീയ അവധി ദിവസങ്ങളിലും ഹോളിഡേയ്സ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച ആലപ്പുഴയ്ക്കടുത്തുള്ള പുന്നമട തടാകത്തിൽ നടത്തപ്പെടുന്നു. ഇവിടെ PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലെ നിഖിൽ, യദു ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. ഇത് ഇവരുടെ ഹാട്രിക് വിജയത്തിന്റെ ദിവസമായിരുന്നു. ഈ കാണുന്നതാണ് ബോട്ട് റേസിന്റെ വില്ലേജ്. ഈ കാണുന്നതാണ് PBC ടീമിന്റെ ട്രെയിനിങ് സ്ഥലം.
ഈ കാണുന്നതാണ് PBC ടീം. ഇവരുടെ കോച്ചിന്റെ പേരാണ് മനോജ് സാർ. അദ്ദേഹം നേവിയുടെ കോച്ച് കൂടിയാണ്. ഈ വള്ളം ഇറക്കുന്നത് വളരെ രസകരമായ ഒന്നാണ്. വള്ളംകളി കാണുന്നതിനേക്കാൾ മനോഹരമായ ഒന്നാണ് ഓരോ ടീമിൻ്റെയും വള്ളം ഇറക്കുന്നത് കാണുക എന്നുള്ളത്. എല്ലാ മതപ്രാർത്ഥനകളും കഴിഞ്ഞ് പൂജിച്ചാണ് വള്ളം ഇറക്കുന്നത്. ഈ ടീമിൻ്റെ വള്ളം വെച്ചിരിക്കുന്ന വള്ളപ്പുരയിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ത്യയിലെ കേരളത്തിലെ ആലപ്പുഴയ്ക്കടുത്തുള്ള പുന്നമടക്കായലിൽ വർഷം തോറും നടക്കുന്ന വള്ളംകളിയാണ്. വള്ളംകളി അല്ലെങ്കിൽ സ്നേക്ക് ബോട്ട് റേസ് എന്നാണ് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തുന്നത്. ഉഗ്രമായ പോരാടിയ ഈ വള്ളംകളിയുടെ ദിവസം ശാന്തമായ തടാകത്തിന്റെ മുൻഭാഗം മനുഷ്യത്വത്തിന്റെ കടലായി രൂപാന്തരപ്പെടുന്നു. ഇത് കാണാൻ വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഏകദേശം 2 ലക്ഷം ആൾക്കാർ വരാറുണ്ട്. കുട്ടനാട്ടിലെ ഓരോ ഗ്രാമത്തിലെയും ജനങ്ങൾക്ക് അവരുടെ ഗ്രാമീണ വള്ളത്തിനായുള്ള ഈ ഓട്ട മത്സരത്തിലെ വിജയം വരും മാസങ്ങളിൽ ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ വള്ളമായ മഹാദേവി കാട്ടിൽ തെക്കേതിൽ എന്നാണ് വള്ളത്തിന്റെ പേര്. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് ഓട്ടത്തിലെ ഏറ്റവും ജനപ്രിയമായ പരിപാടി. അതിനാൽ ഇംഗ്ലീഷിൽ സ്നേക്ക് ബോട്ട് റേസ് എന്നും ഓട്ടം അറിയപ്പെടുന്നു. ചുരുളൻ വള്ളം, ഇരുട്ടുകുത്തി വള്ളം, ഓടിവള്ളം, വെപ്പുവെള്ളം, വടക്കനോടി വള്ളം എന്നിവയാണ് ഓട്ടത്തിന്റെ വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ മറ്റു വിഭാഗങ്ങൾ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന പുന്നമടക്കായലിലെ വള്ളംകളി നടക്കുന്ന സ്ഥലത്താണ്. നമ്മളൊരു തിട്ടിന്റെ മുകളിൽ നിന്നാണ് വള്ളംകളി കാണുന്നത്. ഓ, എന്താ ഓളം, എന്താ ഭംഗി, എന്താ ഒരു എനർജി. ഇവിടെ ഇവർ ഫൈനലിന് ഗസ്റ്റ് വന്നു. അതിന്റെ ഫൈനൽ ഫംഗ്ഷൻ നടക്കുകയാണ്. അതാണ് ഈ എക്സിബിറ്റ്സ്.
കുട്ടനാട്ടിലെ ജലോത്സവം അതുല്യമാണ്. ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇത്തരം ആഘോഷങ്ങളില്ല. ഒരു റേസിംഗ് ബോട്ടിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം ലോകത്തിലെ മറ്റൊരു കായിക ഇനത്തിനും ഒരു ടീമിൽ ഇത്രയധികം എണ്ണം ഇല്ല എന്നതിന്റെ പ്രത്യേകത ഇപ്പോഴും അടയാളപ്പെടുത്തുന്നു. തുഴച്ചിലിന്റെ സമന്വയിപ്പിച്ച മാർഗത്തിന് ദീർഘവും സമർപ്പിതവുമായ അഭിരുചി ആവശ്യമാണ്. ജലപ്രവാഹത്തെക്കുറിച്ചുള്ള അറിവ്, ഉയർന്ന ഓർഡറിന്റെ നിരീക്ഷണശേഷി, ബോട്ട് റേസിംഗിന്റെ വിവിധ വശങ്ങളിൽ അവർക്ക് നല്ല അറിവ് എന്നിവ ആവശ്യമാണ്. വള്ളംകളിയിലെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത ഒരു പങ്കാളിയുടെ ഒരു അവഗണിക്കപ്പെട്ട പ്രവൃത്തി ഒരു ബോട്ടിനെ മത്സരത്തിൽ തോൽപ്പിക്കുമെന്നതാണ്. ഇവിടെ നമുക്ക് കാണാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ വിജയം. ഇതുപോലെ തന്നെ ഒരു വള്ളംകളിയാണ് ചമ്പക്കുളം വള്ളംകളി. ഈ വള്ളംകളിയാണ് ഞങ്ങൾ ആദ്യം കണ്ടത്. കാരണം ഇതാണ് വള്ളംകളിയുടെ തുടക്കം. വള്ളംകളി കേരളത്തിന്റെ ഐഡന്റിറ്റി പര്യായമാണ്. ചമ്പക്കുളം എന്നത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഉടനീളം ഉച്ചത്തിൽ പ്രതിനിധിപ്പിക്കുന്ന പേരാണ്. സംസ്ഥാനത്തെ ഏറ്റവും പഴക്കമേറിയ സ്നേക്ക് ബോട്ട് റേസ് ആണിത്. വർഷം തോറും വള്ളംകളി സീസൺ ആരംഭിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്ത് നടക്കുന്ന ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് പമ്പാ നദിയാണ്. സാധാരണ ജൂൺ മാസത്തിലോ നടക്കുമ്പോൾ അത് ആകർഷിക്കുന്ന ജനക്കൂട്ടം വളരെ വലുതാണ്. പുരാതന ബോട്ട് പാട്ടുകൾ മുഴങ്ങുന്നതിനാൽ വലിയ ബോട്ടുകൾ ജലത്തെ വേർപെടുത്തുന്നു. AD 15-ാം നൂറ്റാണ്ടിൽ കുട്ടനാട് ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ സംസ്ഥാനത്തിന്റെ ഒരു ഭാഗം ചെമ്പകശ്ശേരി ദേവനാരായണ രാജവംശം ഭരിച്ചു. ഈ രാജവംശത്തിലെ ഭരണാധികാരികൾ വളരെ മതവിശ്വാസികളായിരുന്നു. ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ ഉത്ഭവം ആമബാലപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ശ്രീകൃഷ്ണസ്വാമി വിഗ്രഹം പ്രതിഷ്ഠിച്ചതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോട്ടയത്തിനടുത്ത് കുറിച്ചിയിലെ കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണ വിഗ്രഹം കൊണ്ടുവന്നതിന്റെ സ്മരണയായാണ് മൂലം വള്ളംകളി ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും മലയാള കാലഘട്ടത്തിലെ മിഥുനം മാസത്തിലെ മൂലം നാളിലാണ് ഇത് നടക്കുന്നത്. ഈ വള്ളംകളി 2022 വിജയം കണ്ടത് പോലീസിന്റെ ടീമാണ്. കൂടാതെ എൻ്റെ ഫ്രണ്ട്സായ യാനിസ് ആൽമു ജർമ്മനിയിൽ നിന്നും സൗത്ത് അമേരിക്കയിൽ നിന്നും വന്നപ്പോൾ ആലപ്പുഴയുടെ കനാൽ സൈഡ് ചെറിയ ബോട്ടിൽ ഞങ്ങൾ ആസ്വദിച്ചു. ആലപ്പുഴയുടെ ഷാപ്പ് ഫുഡും ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. ഈ ഒരു കനാലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ വള്ളം പോകുമ്പോൾ നമ്മൾ തല കുനിക്കണം എന്നതാണ്. തല കുനിച്ചില്ലെങ്കിൽ ഉറപ്പായും നല്ല ഇടി തലയ്ക്ക് കിട്ടും. ആലപ്പുഴയുടെ പുരോഗതിക്കായി ദിവാൻ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും വ്യവസായികളെ കൊണ്ടുവന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെയും വനസാധനങ്ങളുടെയും ഗതാഗതത്തിനായി കനാലുകൾ തുറന്നു. വട്ടേ കനാൽ, വാണിജ്യ കനാൽ എന്നിവ അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. വേലുത്തമ്പി ആലപ്പുഴയുടെ വികസനത്തിന് ഏറെ സഹായിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ ലൈറ്റ് ഹൗസ് 20 കിലോമീറ്റർ ദൂരത്തേക്ക് പ്രകാശനം പരത്തുന്നു. കയർ, കൊപ്ര, കുരുമുളക്, ഇഞ്ചി, ഏലം, റബ്ബർ, തേയില എന്നിവയുടെ വ്യാപാര കേന്ദ്രമായി ആലപ്പുഴ മാറി.
ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഭൗതിക സവിശേഷതകളും കൊണ്ട് ആലപ്പുഴ എന്ന വാക്കിന് അർത്ഥം കടലിന്റെയും നദികളുടെയും ശൃംഖലയ്ക്ക് ഇടയിലുള്ള ഭൂമി എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഈ ആലപ്പുഴയെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുവാനായിട്ട് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിരുന്നത് തിരുവിതാംകൂറിലെ ഒരു പ്രധാന ദിവാനായിരുന്ന, ഒരു പ്രഗത്ഭ ദിവാനായിരുന്ന രാജാ കേശവദാസ് ആയിരുന്നു. അപ്പോൾ ആലപ്പുഴയിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ കാത്തിരിക്കുക. സൈനിങ് ഓഫ്. ദിസ് ഇസ് മനോജ് ഫ്രം ട്രാവലർ 360. ബൈ. ചിലപ്പോഴൊക്കെ ഒരു നിമിഷം ഓർമ്മയായി മാറുന്നതുവരെ അതിന്റെ വില അറിയുവാൻ കഴിയില്ല. നിങ്ങളുടെ കുട്ടികളോട് ലോകത്തെക്കുറിച്ച് വെറുതെ പറയരുത്, അവ കാണിക്കൂ.